തള്ളിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സാന്ദ്ര തോമസ് ഹർജി നൽകിയത്. എറണാകുളം സബ് കോടതിയാണ് ഈ ഹർജി തള്ളിയത്. വിധി നിരാശാജനകമാണെന്നും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് തുടർനടപടി സ്വീകരിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ സാന്ദ്ര തോമസ് പ്രതികരിച്ചത്. സാന്ദ്രയുടെ വാക്കുകളിലേക്ക്. ഹർജി തള്ളി എന്ന് പറയുന്നത് 3 ഇൻ്ററിം പെറ്റീഷൻസ് കൊടുത്തിരുന്നു. ഒന്ന്, ഈ വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല, അത് മാറ്റണം. കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് ഇല്ല. കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കോടതി ഇടപെട്ട് ഈ എലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു. ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ. ഈ 3 കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല. നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല. അത് പെൻഡിങ്ങിലാണ്. ഈ ആദ്യം കൊടുത്ത വരണാധികാരിക്കെതിരെ കൊടുത്ത ഈ 3 ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. ഡാനി ഇപ്പോൾ വീണ്ടുമുണ്ട്. ഡാനി, ഈ സാന്ദ്രയുടെ വിശദീകരണം അത് തൃപ്തികരമാണോ? കാരണം സാന്ദ്ര ഇപ്പോഴും പ്രതീക്ഷ വെൽക്കുകയാണ് നോമിനേഷൻ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ. അതിലൊരു അവ്യക്തതക്കുറവുണ്ടോ? ഒരു പ്രതീക്ഷ ആ കാര്യത്തിൽ സാന്ദ്ര വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് കോടതിയിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത് അതിൽ ഈ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ സാന്ദ്ര പറഞ്ഞതിൽ കോടതിയിൽ വാദം നടന്നതാണ്. അതിനോടനുബന്ധമായിട്ട് തന്നെ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പത്രികയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളൂ. അത് സംബന്ധിച്ചൊരു വ്യക്തത വൈകാതെ തന്നെ വരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ 3 കാര്യങ്ങളും സബ് കോടതി തള്ളിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു സമയത്തേക്കുമില്ല. കാരണം നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലും ഒരു വ്യക്തത ഇപ്പോൾ വൈകാതെ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു സാങ്കേതികത മാത്രമാണ്. കാരണം ഹർജി തള്ളിയിരിക്കുന്നു. ആ ഹർജി തള്ളാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ നിലപാട് പറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. അത് മാത്രവുമല്ല, നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മത്സരിക്കുന്നവരെയും അതോടൊപ്പം തന്നെ നേരത്തെ ഭാരവാഹികൾ ഉണ്ടായിരുന്നവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ബൈലോ പ്രകാരം തന്നെയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബൈലോയിലില്ല, ബൈലോ പ്രകാരമല്ല ഭരണാധികാരി എന്ന രീതിയിലുള്ള സാന്ദ്രയുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കോടതി അത് നിരാകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ തന്നെയും ഈ കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നുകൊള്ളും. അത് വൈകാതെ മനസ്സിലാകുമെന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാവുന്നത്. നേരത്തെ ലിസ്റ്റിൻ സ്റ്റീഫനും അതോടൊപ്പം തന്നെ ബി രാകേഷ് തുടങ്ങിയവർ പ്രതികരിച്ചത് ഈ സാന്ദ്ര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർത്ഥശൂന്യമായ വാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോടതിക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി കോടതി കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുമോ എന്നുള്ള മറു ചോദ്യമെല്ലാം തന്നെ അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ രീതിയിലുള്ളൊരു വിശദീകരണം വന്നിരിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. കാരണം സാന്ദ്ര ഈ പല കാര്യങ്ങളും തെറ്റിദ്ധാരണ കൊണ്ടാണ് പല കാര്യങ്ങളും പറയുന്നത് എന്നതാണ് അവർ പറയുകയും ചെയ്യുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇപ്പോൾ താരസംഘടനയിൽ മത്സരം നടക്കുന്നു 15-ന്. ഇപ്പോൾ 14 നാളെ നടക്കുന്ന മത്സരവും ഇതുപോലെ സാന്ദ്രയുടെ വരവോടുകൂടിയാണ് ഇത് ശ്രദ്ധയിലേക്ക് വരുന്നത്. സാന്ദ്ര ഇന്ന് പറഞ്ഞത് ഇതിനുശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ഈ സംഘടന ചിലർ മാത്രമായിട്ട് കൈയടക്കി വെക്കുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് തന്റെ ഒരു മത്സരത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന മത്സരത്തിൽ നിലവിൽ അവർ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ അപേക്ഷ അവർ ബൈലോ പ്രകാരം തള്ളിയിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഒരു വ്യക്തത വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാന്ദ്ര തോമസിന് തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും. നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ നോമിനേഷൻ അംഗീകരിക്കാതെ പോയപ്പോൾ സാന്ദ്ര നടത്തിയ നിയമനീക്കത്തിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ തുടർ നീക്കം ഉണ്ടാകും, നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും എന്നതാണ് സാന്ദ്രയുടെ പ്രതികരണം. അതേസമയം പ്രതീക്ഷിച്ച തീരുമാനം തന്നെ എന്നതാണ് ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകളും ഇക്കാര്യത്തിലെടുത്തിരിക്കുന്ന നിലപാട്.